അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നമുക്ക് ചോദിക്കേണ്ടി വരില്ലേ, നീ എവിടെയാണ്, നീ എവിടെ പഠിക്കുന്നത്, അല്ല നീ എന്താ ഇവിടെ, അല്ലെങ്കിൽ അവൻ എത്ര വയസ്സായി. നമ്മൾ കൂടുതലും ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ ഓൾഡ് ആർ യു, അല്ലേ? ഹൗ ഓൾഡ് ആർ യു നമ്മൾ ഒരുപാട് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അധികം ചോദിക്കാത്തൊരു ഒരു സെൻറ്റൻസ് ആണ് നിൻ്റെ ബ്രദറിന് എത്ര വയസ്സായി, നിൻ്റെ ഫാദറിന് എത്ര വയസ്സായി, അല്ലെങ്കിൽ അവൻ എത്ര വയസ്സായി, അവൾക്ക് എത്ര വയസ്സായി, എനിക്ക് എത്ര വയസ്സായി എന്ന് നിനക്കറിയോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. നമ്മൾ കൂടുതൽ ചോദിക്കുക ഹൗ ഓൾഡ് ആർ യു ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇവിടെ നോക്കുക, നമ്മൾ നോക്കൂ വാട്ട്, വെൻ, വേർ, വൈ, who, whom, how, which, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻ ഫോംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മറ്റൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ്, അല്ലേ? സോ വെൻ, എപ്പോൾ, റൈറ്റ്? വേർ, എവിടെ, വൈ, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് എന്നൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് പറയാം. ഹൂ, ആര്, അല്ലേ? റൈറ്റ്? ഹൂം, ആരെ. ഹൗ, എങ്ങനെ. വിച്ച്, ഏത് എന്നൊക്കെയാണ് ഉപയോഗിക്കുക, അല്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയണം നിൻ്റെ പേരെന്താണ്. നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലേ? വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് എന്താണ്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയുന്നു, ഇതിലെ ക്വസ്റ്റ്യൻ ഫോംസ് ഏതെങ്കിലും ഒന്ന് പറയുന്നു. പിന്നെ ഈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഈസ്, ഏം ആണെങ്കിൽ ഏം, ആറാണെങ്കിൽ ആറ്. അതിനുശേഷമാണ് നമ്മൾ എന്ത്, എങ്ങനെ എന്നുള്ള വേർഡൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിൻ്റെ പ്രോബ്ലം എന്താണ് നമ്മളെങ്ങനെ ചോദിക്കുക, നിൻ്റെ പ്രോബ്ലം എന്താണ്, അല്ലേ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം, വാട്ട് ഈസ് യുവർ പ്രോബ്ലം, എന്താണ് നിൻ്റെ പ്രോബ്ലം, അല്ലേ? റൈറ്റ്? അല്ലെങ്കിൽ നീ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുക, വേർ ആർ യു, നീ എവിടെയാണ്, അല്ലേ? അപ്പോൾ നീ എന്നതിൻ്റെ കൂടെ നമ്മൾ ആറാണ് ഉപയോഗിക്കുക, വേർ ആർ യു, നീ എവിടെയാണ്, റൈറ്റ്? ആൻഡ് നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുക നമ്മൾ, വൈ ആർ യു ഹിയർ, വൈ ആർ യു ഹിയർ, നീ എന്താ ഇവിടെ എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്തെടുക്കാം, ഈസ് എടുത്ത് കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്ത് നോക്കാം, പ്രിപ്പയർ ചെയ്ത് നോക്കാം. എന്താ പ്രോബ്ലംസ് എങ്ങനെ ചോദിക്കുക, വാട്ട് ഈസ് എ പ്രോബ്ലം, എന്താ കാര്യം, വാട്ട് ഈസ് ദ മാറ്റർ, റൈറ്റ്? അല്ലെങ്കിൽ എന്താ നിൻ്റെ ലക്ഷ്യം, വാട്ട് ഈസ് യുവർ എയിം, വാട്ട് ഈസ് യുവർ എയിം, എന്താണ് നിൻ്റെ ലക്ഷ്യം, അല്ലേ? എടാ എന്താ നിൻ്റെ പോക്കറ്റിൽ എന്താ എന്ന് ചോദിക്കുക, വാട്ട് ഈസ് ഇൻ യുവർ പോക്കറ്റ്, വാട്ട് ഈസ് ഇൻ യുവർ പോക്കറ്റ്, നിൻ്റെ പോക്കറ്റിൽ എന്താണ്, അല്ലേ? എടാ നിൻ്റെ മൈൻഡിൽ എന്താ, വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്, നിൻ്റെ മനസ്സിൽ എന്താണ്, വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. നമുക്ക് ചോദിക്കും, അല്ല എന്താ നിൻ്റെ പോയിന്റ് എന്താണ്, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്, എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് യുവർ പോയിന്റ്, വാട്ട് ഈസ് യുവർ പോയിന്റ്, അല്ലേ? റൈറ്റ്? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അല്ല അവൻ എന്താ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, എന്താണ് അവൻ്റെ പോയിന്റ് എന്താണ് നമ്മളെന്നെ ചോദിക്കുക, അവൻ്റെ ഹിസ്, അല്ലേ? സോ വാട്ട് ഈസ് ഹിസ് പോയിന്റ്, വാട്ട് ഈസ് ഹിസ് പോയിന്റ്, എന്താണ് അവൻ്റെ പോയിന്റ്, എന്താ അവളുടെ പോയിന്റ് എന്താ നമ്മളെങ്ങനെ ചോദിക്കും, ഹിസിന് പകരം നമ്മൾ ഹെർ ചേർക്കും, അല്ലേ? അവളുടെ, വാട്ട് ഈസ് ഹെർ പോയിന്റ്, എന്താണ് അവളുടെ പോയിന്റ്, അല്ലേ? അപ്പോൾ അവന് എത്ര വയസ്സായി, ഹൗ ഓൾഡ് ഈസ് ഹി, അല്ലേ? ഹൗ ഓൾഡ് ഈസ് ഹി, അവന് എത്ര വയസ്സായി. അവൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുക, ഹൗ ഓൾഡ് ഈസ് ഷീ, ഹൗ ഓൾഡ് ഈസ് ഷീ, അവൾക്ക് എത്ര വയസ്സായി, അല്ലേ? അപ്പോൾ നമുക്കിതിൽ എല്ലാതും വെച്ച് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ മേക്ക് ചെയ്യുക. സാറ് വ്യക്തമായിട്ട് പറഞ്ഞു, ക്വസ്റ്റ്യൻ ഫോംസ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഫോംസ് ഉപയോഗിക്കുക, പിന്നെ ഈസോ ഏമോ ആറോ എന്താണോ നമുക്ക് ഉപയോഗിക്കേണ്ടത് അത് യൂസ് ചെയ്യുക, ദെൻ മേക്ക് ദാറ്റ് സെൻറ്റൻസ്, റൈറ്റ്? അപ്പോൾ നമുക്ക് 6 വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്താണ് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ കൂടുതൽ എന്താ ഉപയോഗിക്കുക, 6 ആണ് ഉപയോഗിക്കുക. നമുക്ക് ചോദിക്കാം ഹൗ ആർ യു, അല്ലേ? വേർ ആർ യു, നീ എവിടെയാണ്, വൈ ആർ യു ഹിയർ, നീ എന്താ ഇവിടെ, റൈറ്റ്? അല്ലേ? വൈ ആർ യു ഹിയർ, നീ എന്താ ഇവിടെ, അല്ലേ? നീ എവിടെയാണ്, വേർ ആർ യു, നീ എവിടേക്കാണ് പോകുന്നത്, വേർ ആർ യു ഗോയിങ്, അല്ലേ? നീ എന്താ ചെയ്യുന്നത്, വാട്ട് ആർ യു ഡൂയിങ്. ഈ വാട്ട് ആർ യു ഡൂയിങ് എന്ന സെൻറ്റൻസ് നമ്മൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് ആർ യു ഡൂയിങ് നമുക്കറിയാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ING യൂസ് ചെയ്ത് പറയാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ശ്രുതി മാഡത്തിൻ്റെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക,
വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ചെയ്യുന്നത് എന്നാണ്. ചില ആളുകൾ അവരുടെ ജോലി ചോദിക്കാൻ അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി, അവരുടെ പ്രൊഫഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് വാട്ട് ആർ യു ഡൂയിങ് ചോദിക്കാറുണ്ട്. അത് ഗ്രാമാറ്റിക്കലി എന്തല്ല, കറക്റ്റ് അല്ല. അവിടെ നമ്മൾ ചോദിക്കുക വാട്ട് ഡു യു ഡു ഫോർ യുവർ ലിവിങ്, വാട്ട് യു ഡു ഫോർ യുവർ ലിവിങ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ജീവിതത്തിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി എന്താണ് നിങ്ങളുടെ വരുമാന മാർഗം, നിങ്ങളുടെ കരിയർ എന്താണ്, പ്രൊഫഷൻ എന്താണെന്നാണെന്ന് ചോദിക്കുക. ശരിക്കും വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് സർ വാട്ട് ആർ യു ഡൂയിങ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഐ ആം ടേക്കിംഗ് ക്ലാസ്. പക്ഷെ എൻ്റെ ജോലി എന്താണ്, ഐ ഹാവ് സം അതർ ജോബ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആറ് വെച്ച് നമ്മൾ ചോദിക്കുകയാണ് നീ എവിടെയാണെന്ന് ചോദിക്കാം, വേർ ആർ യു. നീ എവിടേക്കാണ് പോകുന്നത്, വേർ ആർ യു ഗോയിങ്, അല്ലേ? എടാ നീ എന്തിനാ കരയുന്നത്, വൈ ആർ യു ക്രൈങ്, വൈ ആർ യു ക്രൈങ്. അവൾ എന്തിനാ കരയുന്നത്, വൈ ഈസ് ഷീ ക്രൈങ്, വൈ ഈസ് ഷീ ക്രൈങ്, അല്ലേ? എടാ അവൾ എന്തിനാ ചിരിക്കുന്നത്, വൈ ഈസ് ഷീ സ്മൈലിംഗ്. നീ എന്തിനാ ചിരിക്കുന്നത്, വൈ ആർ യു സ്മൈലിംഗ്, അല്ലേ? അപ്പം നിങ്ങൾക്ക് ചോദിക്കാം എടാ ഞാനിപ്പോൾ എന്തിനാ ചിരിക്കുന്നത്, ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുക, വൈ am I smiling, why am I smiling, or why am I laughing. കുറച്ചും കൂടി നമ്മൾ ആസ്വദിച്ച് ചിരിക്കുകയാണെങ്കിൽ നമ്മൾ laughing എന്നാണ് പറയുക, അല്ലേ? സോ why am I laughing. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഞാനിപ്പോൾ എവിടെയാണ്, എന്ന് ചോദിക്കുക, where am I, where am I, ഞാൻ എവിടെയാണ്, where am I, ഞാൻ എവിടെയാണ്, അല്ലേ? റൈറ്റ്. ആൻഡ് നീ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുക, who are you, who are you, right? നീ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്, whom are you waiting for, whom are you waiting for. അവൾ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്, whom is she waiting for. അവൻ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്, whom is he waiting for, right? നിന്റെ ബർത്ത്ഡേ എന്നാണ്, when is your birthday, when is your birthday, അല്ലേ? എന്നാണ് നിന്റെ ബർത്ത്ഡേ, റൈറ്റ്? ആൻഡ് നിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. അല്ലെങ്കിൽ നിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്. അവിടെ നമുക്ക് വിച്ചും ഉപയോഗിക്കട്ടെ, നമുക്ക് അവിടെ ഒരു ഫ്രീഡം ഉണ്ട് അത് ഏതും ഉപയോഗിക്കാനുള്ള. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്, അല്ലെങ്കിൽ ഏതാണ് നിന്റെ ഫേവറേറ്റ് ബുക്ക് എന്ന് ചോദിക്കാം, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക് എന്നും ചോദിക്കാൻ, വിച്ച് ബുക്ക് ഈസ് യുവർ ഫേവറേറ്റ്. അവിടെ രണ്ടും എന്താണ്, കറക്റ്റാണ്, നമുക്കത് രണ്ടും ഉപയോഗിക്കാം, റൈറ്റ്? ആൻഡ് അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ നമ്മുടെ WH ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ഫോമാണ് ഉപയോഗിക്കുന്നത് അത് ആദ്യം ഉപയോഗിക്കുക, അതിനുശേഷം ഈസും ആമും ആറും ഉപയോഗിക്കുക, ദെൻ മേക്ക് ദ സെൻറ്റൻസ്. ഇപ്പോൾ ടോപ്പിക് എന്താണെന്ന് ചോദിക്കണം, വാട്ട് ഈസ് ദ ടോപ്പിക്, അല്ലേ? റൈറ്റ്. എന്താ കാര്യം, വാട്ട് ഈസ് ദ മാറ്റർ, വെൻ ഈസ് യുവർ ബർത്ത്ഡേ, വേർ ആർ യു ഗോയിങ്, വൈ ആർ യു ക്രൈങ്, വൈ ഈസ് ഷീ ക്രൈങ്, ആൻഡ് വാട്ട് ഈസ് ദ മാറ്റർ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിക്കുക. അപ്പോൾ ഇത് നമ്മളൊരു എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് മേക്ക് ചെയ്യുക എന്നാണ് പഠിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ കൂടുതൽ ആളുകൾ ആറ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക്. അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്, വേർ ആർ യു ഗോയിങ്, വൈ ആർ യു ക്രൈങ്, ഹൗ ആർ യു എന്നൊക്കെ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും എന്തിൽ ഫോക്കസ് ചെയ്യുക, ഈസിൽ ഫോക്കസ് ചെയ്യുക. വൈ ഈസ് ഷീ ഹിയർ, who is she, what is she, when is her birthday, when is his birthday, right? And where is her house, right? Where is your house എന്ന് നമ്മൾ കുറേ ചോദിച്ചിട്ടുണ്ട്. Where is her house, where is his house എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. I'll answer you. Thank you very much for watching. Good night.